അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി ഇറാൻ രംഗത്തെത്തുകയുണ്ടായി. ട്രംപിന്റെ വിജയത്തെ മുൻകാല തെറ്റായ നയങ്ങൾ പുനഃപരിശോധിക്കാനുള്ള അവസരമെന്നായിരുന്നു ഇറാൻ ഇതിനെ വിശേഷിപ്പിച്ചത്. നേരത്തെ ട്രംപ് പ്രസിഡന്റായിരുന്ന കാലത്ത് ഇറാനുമേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിയിരുന്നു. മാത്രമല്ല 2015 ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറുകയും ഇറാനുമേൽ കടുത്ത ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. മുൻകാലത്തെ തെറ്റായ നയങ്ങൾ അവലോകനം ചെയ്യുന്നതിനുള്ള അവസരം ഡൊണാൾഡ് ട്രംപിന് ലഭിച്ചിരിക്കുകയാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് എസ്മൈൻ ബഗായി പറഞ്ഞ് രംഗത്തെത്തുകയുണ്ടായി. വീണ്ടും ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് മടങ്ങിയെത്തുന്നതിൽ ഇറാനും ആശങ്കപ്പെടാനുള്ളത് ഏറെയാണ്. ട്രംപിന്റെ ഭരണകാലത്ത് 2020 ഇറാൻ ജനറൽ ഖാസിം സുലൈമാനിയെ അമേരിക്കൻ സൈന്യം കൊലപ്പെടുത്തുകയുണ്ടായി. ഇതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വലിയ രീതിയിൽ വഷളാവുകയും ചെയ്തു. ഈ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയമാണ് ഡൊണാൾഡ് ട്രംപ് നേടിയത്. 538 ഇലക്ട്രൽ വോട്ടുകളിൽ 290-ലധികം വോട്ടുകളും ട്രംപ് ഉറപ്പാക്കി. മറ്റൊരു പ്രത്യേകത എന്നത് റിപ്പബ്ലിക്കൻ കോട്ടകളിൽ 30% വരെ കൂടുതൽ വോട്ടുകൾ നേടിയാണ് ട്രംപ് രണ്ടാം തവണയും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയത്. 127 വർഷത്തിനു ശേഷം തുടർച്ചയില്ലാതെ ആദ്യമായി അധികാരത്തിൽ തിരിച്ചെത്തുന്ന വ്യക്തിയെന്ന റെക്കോർഡും ട്രംപ് നേടിയെടുത്തു. അമേരിക്കയുടെ സുവർണ കാലഘട്ടം വരും ദിവസങ്ങളിൽ സംഭവിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ട്രംപിന്റെ വിദേശ നയങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നത് ഇറാനോടുള്ള അദ്ദേഹത്തിന്റെ സമീപനമായിരിക്കും എന്നതിൽ യാതൊരു സംശയവും. അതാണ് യാഥാർത്ഥ്യം. ട്രംപിന്റെ വിജയവാർത്ത വന്നതിന് പിന്നാലെ ഇറാനിയൻ റിയൽ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കാണ് വീണിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിനിടെയാണ് ട്രംപിന്റെ വിജയം ഇറാനിലെ ജനങ്ങളിൽ നിന്നും സമ്മിശ്ര പ്രതികരണങ്ങളാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചത്. യുദ്ധം രൂക്ഷമാകുമെന്നും സാമ്പത്തിക ഉപരോധങ്ങളും നിയന്ത്രണങ്ങളും വർദ്ധിക്കുമെന്നുള്ള ഭയവും നിലനിൽക്കുന്നുണ്ട്. ഇത് ഇറാനിൽ രാഷ്ട്രീയ മാറ്റത്തിനും നിലവിലെ യാഥാസ്ഥിക ഭരണത്തിൽ മാറ്റത്തിനും കാരണമാകുമെന്ന വീക്ഷണവും നിലനിൽക്കുന്നുണ്ട്. 2017-2021 കാലയളവിൽ ട്രംപ് ഇറാനുമായി കടുത്ത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. 2015 ഇറാൻ ആണവ കരാർ സമയത്ത് ഇറാനിയൻ റിയലിന്റെ മൂല്യം ഡോളറിന് 32,000 ആയിട്ടാണ് നിലനിന്നത്. 2018 കരാറിൽ നിന്ന് ട്രംപ് ഏകപക്ഷീയമായി പിന്മാറിയതോടെ അമേരിക്കയുമായുള്ള ഇറാന്റെ തർക്കം രൂക്ഷമായി മാറിയിരുന്നു. ഇറാനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം ഇങ്ങനെ ആകണമെന്നാണ് സാധാരണക്കാരുടെ നിലപാട്. രാജ്യത്ത് ജനാധിപത്യം കൊണ്ടുവരാനും മതാധിപത്യം ഇല്ലാതാക്കാനും ട്രംപിന് വിജയം സഹായിക്കുമെന്ന അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. മറുവശത്ത് US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് തങ്ങൾക്ക് പ്രധാനമല്ലെന്ന് ഇറാന്റെ രാഷ്ട്രീയ നേതാവും വ്യക്തമാക്കിയിരുന്നു. ഇസ്രയേലിനെ ആക്രമിക്കുന്നത് തടയാൻ ഇസ്രയേലുമായി ചേർന്ന് അമേരിക്ക പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ ഡെപ്യൂട്ടി ചീഫ് അലി ഫദാവി വെളിപ്പെടുത്തുകയുണ്ടായി. 2018 അമേരിക്ക ഏർപ്പെടുത്തിയതുപോലെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയാൽ ഇറാന്റെ എണ്ണ കയറ്റുമതി അത് സാരമായി ബാധിക്കും. ഇതോടെ ഇറാൻ സർക്കാരിന്റെ വരുമാനം കുറയുകയും ചെയ്യും. തുടർന്ന് സർക്കാരിന്റെ തലവേദനയായ നികുതി വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള കടുത്ത നടപടികൾ ജനങ്ങൾക്കെതിരെ ഇറാൻ സർക്കാരിന് സ്വീകരിക്കേണ്ടി വരുമെന്നതാണ് യാഥാർത്ഥ്യം. ട്രംപ് അധികാരത്തിൽ വന്നതോടെ ഒരു സമാധാനപരമായ രീതിക്കാണ് ഇറാൻ ഒരുങ്ങുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങളും എല്ലാം നിർത്തി സമാധാനം സ്ഥാപിക്കാൻ ട്രംപിന് കഴിയുമെന്നാണ് പ്രതീക്ഷ. മാത്രമല്ല ലോകത്ത് മുഴുവനും സമാധാനം സ്ഥാപിക്കാൻ ലോകരാജ്യങ്ങൾക്ക് എല്ലാം കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അധികാരത്തിലേറിയ ശേഷം ഇറാനോടുള്ള ട്രംപിന്റെ നിലപാട് എന്താകുമെന്ന് കണ്ടറിയാം.